الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, വീടൊക്കെ കണ്ട് പേടിക്കൊന്നും വേണ്ട. കുറച്ചേരം പറയും അല്ലാഹു തആല നമ്മളെ ഇരുത്തം അവന്റെ പൊരുത്തപ്പെട്ട ഒരു മജ്‌ലിസിലുള്ള മഹാനായ അല്ലാഹുവിന്റെ ഔലിയാക്കളെയും അമ്പിയാക്കന്മാരെയും മറ്റുള്ള പ്രമുഖരെയൊക്കെ നമ്മളിങ്ങനെ അനുസ്മരിക്കുന്നതും അവരുടെ മൗലിദൊക്കെ പാടുന്നതും നമ്മൾ നന്നാവാൻ വേണ്ടിയിട്ടാണല്ലോ. നമുക്ക് അതുകൊണ്ട് ഒരുപാട് നേട്ടം കിട്ടണം എന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. നമ്മുടെ ധാരണയിൽ ഇപ്പൊ നമ്മളൊക്കെ വലിയ നല്ല ആൾക്കാരാണ് അല്ലെ? നമുക്കിങ്ങനെ തോന്നിയില്ലേ? റമദാനൊക്കെ കഴിഞ്ഞപ്പോ ഒരു ദിവസം തറാവീഹ് നിസ്കരിച്ച് നമ്മളിങ്ങനെ പോകുമ്പോ നമ്മളിങ്ങനെ കണക്കൂട്ടാണ്. ഓരോ ദിവസവും 20 റക്അത്ത് വെച്ച് 600 റക്അത്ത് 30 ദിവസം കൊണ്ട് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പാരായി വലിയ ഒരു മഹാനായി ഇങ്ങനെ കരുതി നമ്മളിങ്ങനെ നടക്കാം. ചില ആൾക്കാർക്ക് ഇങ്ങനെ തോന്നും, സുബിയ നിസ്കരിച്ച് ളുഹ്ർ നിസ്കരിച്ച് അതിന് മുമ്പ് ഇതൊക്കെ നിസ്കരിച്ച് നടക്കുമ്പോൾ നമ്മളൊക്കെ കുറച്ച് നല്ല ആൾക്കാരാണ് എന്നുള്ളൊരു തോന്നല് നമ്മളോട് ഇങ്ങനെ വരും. ആ വിരലിനെ ഇങ്ങനെ താഴ്ത്താൻ വേണ്ടിയിട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഹാന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുന്നത്. ഇലിയാഉലുമുദ്ദീനൊന്നും ഇങ്ങനെ മറച്ചു നോക്കിയാൽ അതിൽ കാണാൻ പറ്റും ചില മഹാന്മാരുടെ ഇബാദത്തുകൾ ഇങ്ങനെ പറഞ്ഞു കാണാം. അതിലൊരു മഹാൻ ഒരു ദിവസം 1000 റക്അത്ത് നിസ്കരിക്കുന്നു. നമ്മൾ 30 ദിവസം കൊണ്ട് 600 റക്അത്ത് നിസ്കരിച്ചതിനാണ് ഇങ്ങനെ അഹങ്കാരമായിട്ട് ഇങ്ങനെ നമ്മൾ വലിയ സംഭവമായിട്ട് ഇങ്ങനെ നടന്നത്. എന്നാൽ ആ മഹാൻ ഒരു ദിവസത്തിൽ തന്നെ 1000 റക്അത്ത് നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് കാണാം. 30 ദിവസം കൊണ്ട് നമ്മൾ 1-2 ഖത്മ് തീർത്തിട്ടുണ്ടാവും റമദാനിൽ. വലിയ സന്തോഷത്തിൽ ഇരിക്കായിരിക്കും നമ്മൾ. ഷാഫി റളിയല്ലാഹു അൻഹു റമദാനിൽ അല്ലാത്തപ്പോ തന്നെ ഒരു ദിവസത്തിൽ ഒരു ഖത്മ് തീർക്കും, റമദാനിൽ 2 ഖത്മ. ഇങ്ങനെ ടോട്ടൽ നോക്കുകയാണെങ്കിൽ 60 ഖത്മ റമദാനിൽ തീർത്തിട്ടുണ്ടാവും. ഇങ്ങനെ ഓരോ മഹാന്മാരെ കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ ഒന്നുമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഔലിയാക്കന്മാരുടെ ഒന്നാമത്തെ വിശേഷണം അവർ നല്ല ഇൽമുള്ളായിരിക്കും. മഹാനായ CM വലിയുള്ളാഹിയൊക്കെ നല്ല ഓതിപ്പടിച്ച് മുത്താലിമായി വളർന്ന കുട്ടിയാണ്. അവരാണ് പിന്നീട് വലിയായി മാറിയത്. ഇൽമ് പഠിക്കാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടായിരുന്നു. നമ്മൾ നന്നായി പഠിക്കണം. നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അൻഫുസകും വഅഹ്ലീകും നാറ. നിങ്ങളും ഇൽമു പഠിക്കണം, നിങ്ങളെ കുട്ടികൾക്കും ഇൽമു പഠിപ്പിച്ചു കൊടുക്കണം. നഖം കാക്കുന്നത് ഫർളായ ഇബാദത്തുകളൊക്കെ ചെയ്യൽ കൊണ്ടല്ലേ. ആ ഇബാദത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് വിവരം വേണ്ടേ? വിവരമില്ലാതെ കുറെ ഇബാദത്ത് എടുത്തുകൊണ്ടുന്ന കാര്യം. ഒരാൾ ഇങ്ങനെ നിസ്കരിക്കുന്നുണ്ട്, അവന് നിസ്കാരത്തിന്റെ ഹാല് പറയണ്ട, നിസ്കാരത്തിനെ കുറിച്ച് ഒന്നും അറിയാതെ നിസ്കരിച്ച എന്തൊക്കെ കാട്ടിക്കൂട്ടുക? അങ്ങനെ നിസ്കരിച്ചാൽ മതിയോ? പോരല്ലോ. അപ്പൊ അതിനെ കുറിച്ചുള്ള ഇൽമുണ്ടാവണം. അതാണ് ഈ പറഞ്ഞ ആയത്തിന്റെ ഒക്കെ വിശദീകരണം. ഇൽമു പഠിക്കാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. നമ്മൾ സുബീക്കൊക്കെ നിങ്ങൾ പള്ളിക്ക് വന്ന് നോക്കിയാൽ കുറെ ആൾക്കാരെ കാണാൻ പറ്റും. നിങ്ങൾ വന്ന് നോക്കണം, അങ്ങനെ കാണുള്ളൂ. കുറെ ആൾക്കാരുണ്ട്. ഒരു 4-5 ദിവസം അതുവരെയൊക്കെ ഇങ്ങനെ സുബീക്ക് നിറഞ്ഞു കിടക്കണം നമ്മളെ പള്ളിയിൽ ഇങ്ങനെ ആൾക്കാർ. മറ്റുള്ള നിസ്കാരങ്ങളെ പോലെ അല്ലല്ലോ. സുബീക്ക് എല്ലാവരും ഫ്രീ ആകുന്ന ഒരു സമയം, ആർക്കും പണിയില്ലാത്തൊരു സമയം. അപ്പൊ ആ സമയത്ത് പക്ഷെ നമ്മളെ ഉറക്കം അങ്ങോട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ അത്ര കീമുള്ള ആൾക്കാർക്ക് കഴിയുള്ളൂ. അങ്ങനത്തെ കുറെ ആൾക്കാരെ കാണണമെങ്കിൽ നമ്മളെല്ലാവരും സുബീക്ക് പഠിച്ചിങ്ങനെ വന്നാൽ മതി. ഇങ്ങനെ സുബീക്ക് വരുന്ന ഒരു ആചാരോട് അടുത്ത ഉസ്താദ് ചോദിക്കാണ്. ഉദാഹരണം പറയട്ടോ, പേരിനൊരു മുഹമ്മദ് ഖാന്ന് വെക്കുക. അങ്ങനത്തെ ആൾക്കാരുണ്ട്. മൂപ്പരല്ല, വേറെ ആൾ. അപ്പൊ മൂപ്പർ ഇങ്ങനെ വരുന്നപ്പോ മൂപ്പരോട് ചോദിച്ച്, അല്ല മുഹമ്മദ് ഖാ, നിങ്ങളെ മോന് വീട്ടിലില്ലപ്പോ? മൂപ്പര് ഒരാളുണ്ട്, മോനുണ്ട്. മോനെ ഇന്നലെ രാത്രി നേരം വൈകിയ വന്നേ. അപ്പൊ ഞാൻ വരുമ്പോ ഓൻ ഉറങ്ങാൻ. ഇനിയിപ്പോ ഓന്റെ ഉറക്കിപ്പോ സ്വീപ്പാക്കാൻ നിൽക്കണ്ടല്ലോ. കാരണം ഇന്നലെ രാത്രി നേരം വൈകി കടന്നുകൊണ്ട് കുറെ പ്രശ്നമുണ്ടോ, ആരോഗ്യത്തിനൊക്കെ കേടല്ലേ, ഉറക്കുന്ന എണീക്കാന്ന് പറഞ്ഞ് മൂപ്പര് കഴിഞ്ഞു പോയി. പിറ്റത്തെ ദിവസം സുബീക്ക് വരുന്ന സമയത്തേക്ക് ഇതേ മുഹമ്മദ് ഖാ വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു വീടിന്റെ ഭാഗത്തു നിന്ന് തീ ഇങ്ങനെ കത്തണേ. ഇവിടെ ഒരു ചോദ്യം, ഇയാള് വീട്ടിൽ പോയിട്ട് അതേ ഉറങ്ങുന്ന തന്റെ മോനെ വിളിച്ചോടുത്തു. ഉണർത്തും. എന്തേ കാരണം? ജീവൻ രക്ഷിക്കണം. ഓ, അപ്പൊ ദുനിയാവിലുള്ള തീനെ എനിക്ക് പേടിയുണ്ടല്ലേ. ആഖിറത്തിലുള്ള തീനെ പേടിക്കാതെ ദുനിയാവിലുള്ള തീനെ പേടിച്ചിട്ട് എന്ത് കാര്യമുണ്ടോ എന്ന് മഹാനായ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു ചോദിച്ചത് കാണാം. എത്ര ഗൗരവമുള്ള ചോദ്യമാണത്. നമ്മളൊക്കെ നിസ്കരിക്കാൻ വരുന്നുണ്ട്. നമ്മളെ മക്കളോ, ഉമ്മമാരുണ്ടല്ലോ സദസ്സിൽ, അവർ ഓർക്കേണ്ടത് നമ്മളെ മക്കൾ കടന്നുറങ്ങുമ്പോ
സുബഹിക്ക് അവരെ എണീപ്പിച്ച് പള്ളിയിലേക്ക് പറഞ്ഞയക്കേണ്ടത് കടമ നമുക്കില്ലേ? അവരെ നിസ്കരിപ്പിക്കേണ്ട കടമ നമുക്കില്ലേ? നമ്മളെ നഫ്സിനെ മാത്രം കാത്തുകൊണ്ട് ഇങ്ങനെ നടക്കുക എന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കുന്നത് കാണാം. ചില ചില ഉമ്മമാരൊക്കെ മക്കള് പിടിച്ചിട്ട് നരകത്ത് ഇട്ടിട്ട് അവര് സ്വർഗത്തേക്ക് ചാടുന്ന രംഗം മഹ്ശറയിൽ നടക്കാനുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ ഉമ്മക്ക് ഒരു കുഴപ്പമില്ല. അവർ നിസ്കരിച്ച് സ്വർഗത്തേക്ക് പോകാൻ നിൽക്കുമ്പോ മോന് നരകത്തേക്ക. മോന് കുതിരളിച്ച് നടന്ന ആളാ. അപ്പൊ അവന് ചെന്നിട്ട് പടച്ചോനോട് പറയാണ്, പടച്ചോനെ എന്റെ ഉപ്പി എന്നെ നോക്കിയില്ല. അവര് പറഞ്ഞെന്തേ, അത് ഓന്റെ പ്രായം എന്ന് പറഞ്ഞാൽ കളിച്ചെടുക്കണ പ്രായല്ലേ, ഈ കുട്ടികളൊന്നും നമ്മളിങ്ങനെ കൺട്രോളിൽ വെച്ചിട്ട് കാര്യമില്ല, അങ്ങനെ പറഞ്ഞു നടന്നതാ. അപ്പൊ എന്താ ഉണ്ടായി? ആഖിറത്തിലെത്തുന്ന സമയത്ത് ആ കുട്ടിയായിരിക്കും ഇവനെ പിടിച്ചിട്ട് നരകത്തിലേക്ക് കൊണ്ടുപോകാൻ കാരണമാവുക എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിപ്പിക്കണില്ലേ? അതുകൊണ്ട് നമ്മൾ കുറച്ച് കൺട്രോളിൽ വെക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല. അതിന്റെ അർത്ഥം വടി എടുത്തിട്ട് കുട്ടിനെ ഇങ്ങനെ തേമ്പണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. കൺട്രോൾ ചെയ്യേണ്ട സ്ഥലത്ത് കൺട്രോൾ ചെയ്യണം, അടിക്കേണ്ടടുത്ത് അടിക്കണം, ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കണം, പറയേണ്ടത് പറയണം, ഇതൊക്കെ വേണം. കുട്ടികളോട് പറയാനുള്ളത്, ഉപ്പാരും ഉമ്മാരൊക്കെ ഇങ്ങനെ പിടിച്ചെക്കുമ്പോ എത്തപ്പത് നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ലാന്ന് കരുതാൻ പാടില്ല. എന്തുകൊണ്ട്? നമ്മളെപ്പോഴും ഒരു കുടുക്കത്തിലാവണം. അത് നമുക്കുള്ള കാവലാണ്. പട്ടം പോലെ പറക്കട്ടെ എന്നാണ് കുട്ടികളെ കുറിച്ച് പറയല്. പട്ടം പോലെ തന്നെ പറക്കണം. അല്ല ആ പൊട്ടിയ പട്ടം പോലെ പറഞ്ഞാലാണ് കുടുങ്ങ. പട്ടം പറക്കുമ്പോ അടിയിലൊരു പിടുത്തം ഉണ്ടാവുന്നല്ലേ, ആ പിടുത്തം കുട്ടികൾക്ക് കിട്ടണം. ആ പിടുത്തം നമ്മൾ പിടിക്കണം. എത്ര ഉയരത്തിലെത്തിയാലും ആ പിടുത്തം വേണം. ആ പിടുത്തം എന്താണ്? നമ്മൾ കൊടുക്കുന്ന അറിവുകളാണ്. അത് കൊടുക്കണം. ഇവിടെ മദ്രസ സംവിധാനമുണ്ട്, ദർസുണ്ട്. മക്കളെ ദർസിലേക്ക് പറഞ്ഞയക്കണം എന്നിങ്ങനെ ഉസ്താദ് വേദറിഞ്ഞാല് നമ്മളെ മനസ്സിൽ വരുന്ന എന്താണ്? ഇപ്പോ എന്റെ കുട്ടി മദ്രസക്കൊക്കെ പോകണ്ടല്ലോ, പിന്നെ ഞാൻ ദർസുക്കും പറഞ്ഞേക്കുന്നു. മദ്രസക്ക് പോണ കുട്ടീനെ ഇതിനെ ദർസുക്കും പറഞ്ഞേക്കണം, അതിന്റെ ആവശ്യമില്ലല്ലോ. അത് കുറെ ഇരുമ്പ് അടിച്ചുകൊണ്ട് വലിയ കാര്യം കിട്ടൂല. ഈ കുട്ടി മദ്രസയിൽ നിന്ന് പഠിക്കണതിന്റെ ആ കതറ് ഉസ്താദ്മാരോട് ചോദിച്ചാൽ അറിയാൻ പറ്റും. എത്ര സമയം മദ്രസയിൽ ഇരിക്കണേ, ആ സമയത്തിന്റെ ഉള്ളിൽ ഇവര് പഠിപ്പിച്ചു കൊടുക്കുന്നതിൽ നിന്ന് എത്ര പേർക്ക് കിട്ടുന്നത്, എവിടെ നിന്നൊക്കെ ഇൽമ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ അവിടത്തൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കണം. ഇത് നമ്മുടെ കടമയാണ്. നാട്ടില് ഉള്ള കുട്ടികളാണ് ഇനി വരുന്ന കമ്മിറ്റി ഭാരവാഹികളൊക്കെ ആവണ്ടേ. ഈ നാട് നിയന്ത്രിക്കേണ്ടത് അവരാണ്. അവർക്ക് ഇൽമുണ്ടാവണം എന്ന ബോധം രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം, ഈ നാട്ടുകാർക്ക് ഉണ്ടാവണം. എനിക്കുണ്ടായിട്ട് വലിയ കാര്യം തന്നെയാണ്. എനിക്കിവിടെ സ്ഥിരതയില്ലല്ലോ. സ്ഥിരതയുള്ളത് നിങ്ങൾക്കാണ്. നിങ്ങളാണ് നിങ്ങളെ നാട്ടിൽ നടക്കുന്ന ഇൽമും എല്ലാം നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളാണ് അതിനുള്ള വഴി ഒരുക്കേണ്ടത് നിങ്ങളാണ്. അപ്പൊ ഇവിടെ ദർസ് നടക്കുമ്പോ ദർസിന് ഉസ്താദെ ഇവിടെ കുട്ടികളില്ല, അപ്പൊ എന്താ ചെയ്യാ? നമുക്കെല്ലാം വീട്ടുകൂടി ഇറങ്ങി നോക്കല്ലേ എന്ന് പറഞ്ഞാൽ ഉസ്താദിനെ വിളിച്ചോണ്ട് പോവാം. മൂപ്പർക്ക് ഒരു പണിയില്ലാതെ ഇങ്ങനെ ഉത്തർക്കല്ലേ വീട്ടുകൂടെ കൊണ്ടുപോകാന്. അങ്ങനല്ലേ ചില ആൾക്കാർ അങ്ങനെ എഴുതി വീട്ടുകൂടെ കൊണ്ടുപോകാം. എല്ലാ വീട്ടിലും ഉസ്താദിനെ കൊണ്ടുപോയിട്ട് എന്താവാ മൂപ്പർക്കിട്ട് കുറെ പണിയാണ് കൊടുക്കാം. അങ്ങനെ ചില ആൾക്കാർ ധാരണ. അങ്ങനെ ഒന്നല്ല കരുതണ്ടേ, നമുക്ക് പോവാം. എന്നാൽ ചില സ്ഥലത്തേക്ക് ഉസ്താദിനെ കൂടി കൊണ്ടുപോയാൽ വലിയ കാര്യം ഉണ്ടാവുന്ന വെച്ചാൽ എന്നെ വിളിച്ചാൽ ഞാൻ പോരും ചെയ്യും. ഞാൻ പോരൂലെന്നല്ല ഈ പറയുന്ന അർത്ഥം. അങ്ങനെ ചില ആൾക്കാർ കരുതിയിരിക്കുന്നത് എന്നാ ഞാൻ പറഞ്ഞു. അങ്ങനെയല്ല. ഇൽമിന്റെ സബീലിലേക്ക് നമ്മളാണ് ആളെത്തിക്കേണ്ടത്. എവിടൊക്കെ ഇൽമ പഠിക്കാനുള്ള സൗകര്യം ഉണ്ടോ അവിടൊക്കെ ആൾക്കാരെ നമ്മൾ എത്തിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞതിന്റെ വലഹാസില് ഇൽമാണ് മഹാന്മാരുടെ ഒന്നാമത്തെ ത്വരീഖായിട്ട് മഹത്തുക്കൾ പഠിപ്പിച്ചത്. രണ്ടാമത്തെ കാര്യം എന്താണ്? തവക്കുലാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ നമ്മളെല്ലായിടത്തും എഴുതിയേക്കുന്ന സാധനമാണ്. തവക്കൽത്തു അലല്ലാഹ് എല്ലായിടത്തും നമ്മൾ എഴുതിയേക്കും. എന്നാൽ നമ്മളെ തവക്കുലിന്റെ ഒരു അവസ്ഥ, ഒരു ഉദാഹരണ സഹിതം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ആ വിഷയത്തിൽ നിന്ന് വേണം പോവാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എന്ന് വെച്ചാൽ നമ്മളെ തവക്കുലിന്റെ ഒരു അവസ്ഥ പറയാം. ഒരാളെ നമ്മളെ സ്വാഭാവികമായിട്ടും നമ്മളെ വീട്ടിലൊരു കല്യാണം ഉണ്ട് നോക്കാം. വീട്ടിലൊരു കല്യാണം നടക്കുന്നു. അപ്പൊ നമ്മളെ ബന്ധുക്കളെ വന്നിട്ട് നമ്മളോട് ചോദിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ആ നേരത്തെ മുഹമ്മദുക്കന്നെ പറയുന്ന നിൽക്കട്ടെ, മൂപ്പരോട് പോയി ചോദിക്കാണ്, മുഹമ്മദുക്ക അപ്പൊ നമ്മളെ മോളെ കല്യാണല്ലേ? ആ അതെ കല്യാണമാണ്. എന്താ ഇപ്പൊ ചെയ്യാൻ ഉദ്ദേശിക്കണത്? എന്താ ഇപ്പൊ കാട്ടാൻ കണ്ടാണ്? എന്താ ഇപ്പൊ നിങ്ങൾ അതിന് സാമ്പത്തികമായിട്ട് വല്ലതുണ്ടോ? അപ്പൊ മൂപ്പര് പറയാം, ഞാനിപ്പോ നമ്മളാ ജ്വല്ലറിയില് ഒരു കുറിക്ക് കൂടി, അപ്പൊ ഒരു 5 പവന് എന്തായാലും അവിടുന്ന് സെറ്റ് ആവും. അതുപോലെ അതിന്റെ തലേന്ന് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. തന്നെ പിന്നെ ബാക്കിക്ക് ഇപ്പൊ എന്താ ബാക്കി നമ്മളെ ആചാര്യോട് ഞാൻ കുറച്ച് ചോദിച്ചിരുന്നു. അപ്പൊ മൂപ്പര് 2 ലക്ഷം തരാന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പൊ മൂപ്പരടുത്തേക്ക് പോയാൽ അതും കിട്ടും. എന്നാലും വേണ്ടി വരില്ല ഇപ്പൊ കുറച്ച്. അപ്പൊ മൂപ്പര് പറയാം, എന്നാലും വേണം കുറച്ച് ബാക്കി. ഇപ്പൊ അതുണ്ടല്ലോ നിങ്ങള് നമ്മളെ തവക്കുലിന്റെ നോക്ക്. ഇതേ ആചാര്യന് സ്വർണ്ണക്കടിക്ക് പോവാ എന്ന് കല്യാണത്തിന്റെ തലേന്ന് സ്വർണം വാങ്ങാൻ വേണ്ടി ആ ജ്വല്ലറി പോയപ്പോ അവിടെ കുറെ ആൾക്കൂട്ടം അങ്ങനെ കാണുന്നുണ്ട്.
എന്താ പറ്റി? അത് ഇന്നലെ ഇവിടെ ഒരു തീപിടുത്തം ഉണ്ടായിട്ട് ഇതൊക്കെ ആകെ നശിച്ചു പോയിക്കുന്നു. ഇത് സ്വർണ്ണമൊക്കെ പോയിക്കണ്, ആകെ പോയിക്കണ്. അല്ലെങ്കിൽ ഒരു കള്ളം കയറിയിട്ട് ആകെ കൊണ്ടുപോയിക്കണം. ഇനിയിപ്പോ ഈ ഒരാഴ്ചക്ക് ഇവിടെ നിന്നൊന്നും കിട്ടൂല, തൽക്കാലം അതൊക്കെ പൂട്ടിയിട്ടുണ്ടെന്നാ. അപ്പൊ ഒന്നാമത്തെ മൂപ്പര് ആ ഉറപ്പ് പോയി. രണ്ടാമത് മൂപ്പര് എന്നാ വേഗം ആചാര്യോട് പോയിട്ട് കുറച്ചുകൂടി കൂട്ടി വാങ്ങാൻ എഴുതി പോയതാ. അപ്പൊ നോക്കുമ്പോ ആചാര്യ അവിടെ ഇല്ല. അയലോകത്തു നിന്ന് ഒരു താത്ത ഇങ്ങനെ വിളിച്ചാണ്ടേ, ആചാര്യ അവിടെ ഇല്ല കേട്ടോ, ഇന്നലെ മൂപ്പർക്ക് ബ്ലോക്ക് ഉണ്ടായിട്ട് പോയതാ, ഇന്നിപ്പോ ഒരു ഓപ്പറേഷൻ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പഠിച്ചോനെ, അതും പോയി കിട്ടി. ഇനിയിപ്പോ ബാക്കിയുള്ളത് എന്താ? നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ബാക്കി എന്താ? ബാക്കി അലല്ലാ എന്ന് പറഞ്ഞ സാധനം അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അല്ലേ? ഇതാണ് നമ്മളെ തവക്കുലിന്റെ ഊക്ക്. ഒരു കാര്യങ്ങൾക്ക് നടക്കുന്ന ഉറപ്പുണ്ടെങ്കിലും തവക്കൽ അലല്ലാഹ്, അള്ളാഹ്ക്ക് അത് അർപ്പിച്ചു കൊടുക്കണം. പരീക്ഷക്ക് വിദ്യാർത്ഥി എഴുതാൻ വേണ്ടി പോവാണ്. ഇപ്പൊ പരീക്ഷക്ക് പോകുമ്പോ മന്ത്രിച്ചൂതിയ പേന എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമല്ലേ? ഇപ്പൊ ഈ കുട്ടി പറയാം, മന്ത്രിച്ചൂതിയ പേന ഉണ്ട് എന്റെ കയ്യില്, ഞാൻ പോയി പരീക്ഷ എഴുതിയാൽ ഓക്കെ ആകും. എന്നാ അപ്പൊ വേറെ കുട്ടി വരാം, പഠിച്ചാലേ കിട്ടുള്ളൂ ചങ്ങായി, മന്ത്രിച്ചൂതിയോണ്ടൊക്കെ എന്ത് കാര്യമുണ്ട്? പഠിക്കണം, അതാണ് ഇപ്പൊ മെയിൻ കാര്യം. പഠിക്കണം എന്നാലേ കിട്ടുള്ളൂ. ഈ പഠിച്ച കുട്ടി, എല്ലാം പഠിച്ച കുട്ടി അവിടെ ഇരുന്നിട്ട് എഴുതാൻ നേരത്തെ ഒരു വയറ് നോക്കണം നടക്കാൻ ആലോചിച്ച് നോക്കിയാണ്. വയറ്റിലൊരു വേദന വന്നാൽ കുട്ടിക്ക് എഴുതാൻ കഴിയോ? ഇല്ല. അപ്പൊ പഠിച്ചാലും പട്ടവക്കലല്ല, അള്ളാഹിനെ കൂടി ഏൽപ്പിച്ചു കൊടുക്കണം. അള്ളയാണ് അതിന്റെ സൗകര്യം ചെയ്തു തരേണ്ടവൻ. നമ്മുടെ അടുത്തു നിന്നുള്ള പണി നമ്മൾ എടുക്കണം, ഒപ്പം അള്ളാഹ്ക്ക് തവക്കുൽ ഏൽപ്പിക്കണം. ഇതാണ് ഇതാണ് മഹാന്മാര് ചെയ്തു വെച്ചത്. ഈ തവക്കുൽ നമുക്ക് ഉണ്ടാവണം. മൂന്നാമത്തെ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. മൂന്നാമത്തെ കാര്യം വൽ ഖനാഅ. ഖനാഅത്തിന് പല അർത്ഥം പറയും. നമുക്കിപ്പോ ഇങ്ങനെ പറയാം, ഉള്ളതിൽ സന്തോഷം വേണം, കിട്ടാത്തത് ഇങ്ങനെ കണ്ടിട്ട് അതിങ്ങനെ ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കും ചെയ്യും. നമുക്കുള്ളതിൽ സന്തോഷം വേണം, അതിപ്പോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കരുത്. ഇതായിരിക്കും കൂടുതൽ ആൾക്കാർക്കുള്ള പ്രശ്നം അല്ലേ? മോളുടെ കല്യാണം വരുന്നുണ്ട്, ഞാനിപ്പോ ചോറ് 3-4 ചോറുകൾ ഉണ്ടാക്കണം, എവിടുന്ന ഈ പൈസ? എന്തിനപ്പോ അങ്ങനെ ചിന്തിക്കണേ? നമ്മളെ കയ്യിൽ എന്തുണ്ട്? അതിൽ എത്ര ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റും? എത്ര ആൾക്കാരെ വിളിച്ചാൽ ഈ കല്യാണം നടത്താൻ പറ്റും? കൊറോണ കാലത്ത് നമ്മൾ നടത്തി കാണിച്ചു കൊടുത്തില്ലേ? എല്ലാവരോടും വിളിച്ചു പറയാം. കൊറോണ കാലത്താണ് കൂടുതൽ ആൾക്കാർ കല്യാണം പറഞ്ഞ ഒരു സമയം. എല്ലാവരും, പറയാത്ത ആൾക്കാർ വരെ കല്യാണം പറഞ്ഞത് കൊറോണ കാലത്താണ്. എന്നിട്ട് ലാസ്റ്റ് ഒരു മെസ്സേജ് ഉണ്ടാവും, പിന്നെ കൊറോണ ആണല്ലോ, ഇപ്പൊ പ്രശ്നങ്ങളായതുകൊണ്ട് കൂടുതൽ ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ദ്വാരിക്കണം കേട്ടോ. ഇതേ ക്ഷണം എപ്പോഴും പറ്റുമല്ലോ. നമ്മളെ കയ്യിലുള്ളതിനനുസരിച്ച് ചെലവാക്കണം. അല്ലാതെ ലക്ഷങ്ങൾ പൊടിക്കുന്ന കല്യാണങ്ങൾ ഇങ്ങനെ റീൽസിന് കണ്ടിട്ട് അതേപോലെ എന്റെ കുട്ടിൻ്റെതും ആവണം എന്ന് കണ്ട് നമ്മൾ കല്യാണം നടത്താൻ നിന്നാൽ കടത്തിൽ കുടുങ്ങും. ഉറപ്പാണ്. ഇതിനെ പയനിക്കണ്, ടെൻഷൻ അടിക്കണ്, അതിന്റെ ആവശ്യമില്ല. ഉള്ളതിൽ സന്തോഷിക്കാം. ഇല്ല എന്ന് കണ്ടിട്ട് അതിന് ടെൻഷൻ അടിക്കാൻ നിൽക്കരുത്. നമുക്കുള്ളത് കൊണ്ട് മാത്രം. മഹാന്മാര് പഠിപ്പിച്ചാണ്, ദുനിയാവിന്റെ വിഷയത്തിൽ നിങ്ങൾ താഴെയുള്ള ആളുകൾക്ക് നോക്കണം. ദുനിയാവിന്റെ വിഷയത്തിൽ താഴെയുള്ളവരേക്ക് എന്ന് പറഞ്ഞാൽ സൈക്കിളുള്ള ആള് നടന്നു പോണ ആളിലേക്ക് ആലോചിച്ച് നോക്കണം എന്നായി പറഞ്ഞേ. ബൈക്കുള്ള ആള് കാറുള്ളവരിലേക്ക് ചിന്തിച്ചാൽ അവനക്ക് ടെൻഷൻ മാറൂല. ഇനിയിപ്പോ എന്നാ ഞാനൊരു കാറ് വാങ്ങാന്ന് പറഞ്ഞ ടെൻഷൻ അടിച്ച് തീർക്കേക്കാരോ. എന്നാൽ ആഖിറത്തിന്റെ വിഷയത്തിൽ അങ്ങനെയല്ല, വലിയോലിലേക്കാ ചിന്തിക്കണ്ടേ. ഇപ്പൊ നമ്മളൊരു ചെറിയ കുട്ടിനെ കാണാം, മഹാന്മാർ പഠിപ്പിച്ച് കാണാം. ചെറിയൊരു കുട്ടിനെ ഇങ്ങനെ കാണുമ്പോ നല്ല മനസ്സുള്ള ഒരാൾ എന്താ കരുതണ്ടേ? ഇപ്പൊ നമ്മൾ ഈ മുന്നത്തെ സോഫിൽ ഒരു കുട്ടി വന്ന് എന്താ കാട്ടാ? ഇജവിടെ നിൽക്കുക, ബാക്ക് പോയിക്കാണ്, മുന്നിൽ തന്നെ കയറിക്കണ് എന്നാണ് ആ കുട്ടീനെ. നമുക്ക് മുന്നിക്ക് ആദ്യം വന്നു കൂടിനോ? ആ കുട്ടി ആദ്യം മുന്നിക്ക് വരുവോളം നമ്മൾ ബാക്കിൽ അങ്ങനെ നിൽക്കും. എന്നിട്ട് ആ കുട്ടീനെ വിളിച്ചിട്ട് പുറത്ത് കാണിടും. ഈ കുട്ടിന്റെ ജീവിതത്തിൽ ഒരു തെറ്റുണ്ടായിട്ടില്ലല്ലോ. നമ്മളൊക്കെ എത്ര കൊല്ലായി ജീവിക്കുന്ന, എത്ര തെറ്റ് നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിട്ടും. ഇതൊന്ന് ചിന്തിച്ചു നോക്കിയാണ് ഞങ്ങള്. എന്നാൽ നമ്മൾ വലിയൊരാളെ കാണാൻ, നമ്മളെക്കാളും മൂത്തൊരാളെ കാണുമ്പോൾ നമ്മൾ കാണണ്ടേ എത്ര പടച്ചവന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ മൂപ്പർക്ക് കഴിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് അത്രയും കാലം ജീവിക്കാനുള്ള ആയുസ് കിട്ടിയില്ലല്ലോ. ഇങ്ങനെ ചിന്തിക്കണം. അവിടെയാണ് നമ്മളൊക്കെ നന്നായി എന്ന് പറയാൻ പറ്റും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തേ ഏറ്റവും ഉയർന്ന സ്ഥാനം കിട്ടാൻ കാരണം? എല്ലാ പ്രവാചകന്മാരുടെ അടുക്കലും ജിബ്രീൽ അലൈഹിസ്സലാം ചൊല്ലും അത്രേ. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, മന്നന്ത്, നിങ്ങൾ ആരാന്ന് വെച്ചു. അപ്പൊ മൂപ്പര് പറഞ്ഞു, അന കലീമുല്ലാഹ്. നേരെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ വന്നു ചോദിച്ചു, അന ഖലീലുല്ലാഹ്. മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമു എന്റെ അടുക്കൽ വന്ന് ചോദിച്ചപ്പോ പറഞ്ഞു, അന റൂഹുല്ലാഹ്. ഹബീബായ തങ്ങളുടെ അടുക്കൽ വന്നപ്പോ ഇത് 4 വിശേഷണം ഹബീബായ തങ്ങൾക്കുണ്ട്. പോരാത്തിന് ഹബീബ് എന്ന പേരുണ്ട്. ഇതൊന്നും പറയാതെ അന അബ്ദുല്ലാഹ്. നോക്കി നിങ്ങള്, അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ വിനയമാണ് ഹബീബായ തങ്ങളെ ഉയർത്തിയിരുന്ന. അതാ മൻ തവാദഅ റഫഅഹുല്ലാഹ് വമൻ തകബ്ബറ വദഅഹുല്ലാഹ്.
ആരെങ്കിലും വിനയം കാണിച്ചാൽ, വിനയം കാണിക്കാന്ന് പറഞ്ഞാൽ എല്ലാത്തിനും കഴിവുണ്ടായിട്ടും നമ്മൾ അതിനൊന്നും പോരാന്നുള്ളൊരു തോന്നലുണ്ടാവാം. ഈ വിനയം വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണം അറിവ് വർദ്ധിക്കുന്നതെന്നാണ്. അറിവ് കൂടുന്നതിനനുസരിച്ച് വിനയം ഇങ്ങനെ ഉണ്ടാവുന്ന മഹാന്മാര് പഠിപ്പിച്ചത് കാണാം. മരത്തിൽ പഴങ്ങൾ കൂടുന്നതിനനുസരിച്ച് ആ മരത്തിന്റെ കൊമ്പുകൾ ഇങ്ങനെ താഴ്ന്നു വരുന്നത് പോലെ ഇൽമു കൂടുന്നതിനനുസരിച്ച് അവന്റെ ഉള്ളിൽ വിനയം വർദ്ധിച്ചു കൊണ്ടിരിക്കുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാം. ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കാർത്ഥം, നമ്മൾ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഇവിടെ സംഘടിപ്പിക്കുന്നതിന്റെയൊക്കെ മെയിൻ ഉദ്ദേശം എന്താണ്? ആ മഹാന്മാര് അവരുടെ ജീവിതത്തെ നമ്മൾ പഠിക്കുക, അവരുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് പകർത്താൻ പറ്റുന്നത് പകർത്തുക, അതനുസരിച്ച് ജീവിതത്തെ കൊണ്ടുപോവുക. അള്ളാഹു തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മളൊക്കെ എല്ലാ ഖൈറാത്തുകളിലും എല്ലാ നന്മകളിലും നമ്മളൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.